3, 2, 1, DJ. വേറെ ലെവൽ സൂപ്പർ നേരത്തെ ശ്വാസകോശം ഇതിലൊന്ന് കേൾക്കാം. അതാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. നമ്മുടെ ശിവാംഗിയുടെ വോയിസ് എടുക്കാൻ അറിയോ? എല്ലാ മലയാളി മക്കൾക്കും വണക്കം. ഇനിവിടെ എല്ലാരും ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് ഞാൻ കുക്ക് വിത്ത് കോമാളിയില് കുക്കിംഗ് ചെയ്ത കാര്യം ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് എല്ലാരെയും കാണുമ്പോ നല്ല സന്തോഷം. എന്നോട് അമ്മ പറയും ഈ ചെറിയ കമ്മലൊന്നും ഇതിന്റെ കൂടെ എഴുതുന്നേ, പക്ഷെ മിനിമൽ ഈസ് ദ ന്യൂ ട്രെൻഡ് അല്ലേ? എന്നോട് തല വലിക്കുന്നത് ഇവരെല്ലാരെയും കാണുമ്പോ എന്തോരം സുന്ദരി അല്ലേ ചേട്ടാ? ചേട്ടാ, ഭാവി വരനെ കുറിച്ച് നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ചങ്ങ് പോയി. എന്താണ് ഭാവി വരനെ കുറിച്ച്? എൻഗേജ്ഡ് ആണ്. എന്ത് ചെയ്യുന്നു പുള്ളി? എന്ത് ചെയ്യുന്നു? പുള്ളി അബുദാബിയിലാണ്. അവിടെ IT കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അഭിജിത്ത് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അഭിജിത്ത് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തിരിച്ചു വരുന്നത്. കാരണം ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ മനസ്സിലായത് ഒരു കുറച്ച് നാൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത് വലിയ വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ച് അഭിജിത്തുമായിട്ട് ഇപ്പോൾ എൻഗേജ് ആയതിനു ശേഷമാണ് അപ്പോൾ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായതുകൊണ്ട് വീട്ടുകാർക്ക് കൊണ്ട് അധികം ഇടപെടാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഞാൻ അഖിലെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നിയ ഒരു കാര്യം, നമുക്കൊക്കെ പലപ്പോഴും ആഗ്രഹിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ കൊതിച്ചു പോകുന്ന ഒരു സൗഹൃദം അഖിലയ്ക്കുണ്ട്. ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിറ്റിയാണ് കൂടെ വന്നിരിക്കുന്നത്. ഡിറ്റി സീനിയറായിട്ട് പഠിച്ചാണ് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു താങ്ങായി തണലായി തുണയായി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒരു ചേച്ചി കൂടെ ഉണ്ട്. ഇന്നും വന്നിട്ടുണ്ട്. നമ്മൾ കാണും ചിലപ്പോൾ സഹായിക്കാൻ വന്ന ആളാണെന്ന് തോന്നുന്നു. മുടിയൊക്കെ പിടിച്ച് ഒതുക്കുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഏസിലും കൂടെ പോലെ മുടി പറന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരത്തെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഡിറ്റിയാണ് ഓരോന്നിങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാൻ വലിയ പാടാണ് അല്ലേ? ഒരു ഡിറ്റി വരൂ, ജസ്റ്റ് ഒന്ന് കാണാമല്ലോ, എല്ലാവരും കാണണ്ടേ ഡിറ്റി. ഇത് ഡോക്ടർ ഡിറ്റി. ആയുർവേദം തന്നെ. എവിടെയാണ് സ്ഥലം? എന്റെ വീട് പേയാടാണ്. അവിടെ തന്നെയാണ് ഹോസ്പിറ്റൽ. ഇവിടെ നമ്മുടെ അതെ, സ്വന്തം ഹോസ്പിറ്റലാണ് കേട്ടോ. എന്താ പേര്? ഫാമിലി ഹോസ്പിറ്റലാണ്, ഡിവൈൻ ആയുർവേദിക് ഹോസ്പിറ്റൽ. പപ്പയായിട്ട് തുടങ്ങിയതാണ്. പപ്പയും പപ്പയുടെ സഹോദരി രണ്ടുപേരും ആയുർവേദ ഡോക്ടേഴ്സ് ആണ്. അവരുടെ ഇനിഷ്യേറ്റീവാണ് ഡിവൈൻ. ഏറ്റവും അതായത് ഇവര് അഖില തന്നെ പറയൂ, ഡിറ്റിയെ പറ്റി പറയൂ. അങ്ങനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പറയുന്ന എന്തോ ഒരു ശരിക്കും എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ ഓർമ്മയില്ല. എത്ര വർഷമായി അപ്പോ? ഞങ്ങൾ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്താണ് ഞാൻ ചേച്ചിയായിട്ട് പരിചയപ്പെട്ടത്. പിന്നെ ഒരു വെൽ വിഷർ എന്നുള്ളൊരു സ്ഥാനം, പിന്നെ ഒരു സിസ്റ്റർലി അഫെക്ഷൻ, അതിനെല്ലാം കൊണ്ടും നമ്മൾ നന്നാവണമെന്ന് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരില്ല. അങ്ങനെ വളരെ ചുരുക്കം പേര് കിട്ടാറുള്ള ഒരാൾക്ക് ലൈഫിൽ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരാളാണ്. ഒരുപാട്. അതുപോലെ തന്നെ ഒരു മെന്ററാണ്. ഇപ്പം ആള് സൈക്കോളജി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു രീതിക്ക് കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയത്ത് ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ഫ്രണ്ടെന്നല്ല, എല്ലാം കൊണ്ടും ഒരു നല്ല സുഖം. അതെ അതെ. അഖില ഇവിടെ എങ്ങും നിൽക്കേണ്ട ഒരാളല്ല. ശരിക്കും ഒരുപാട് ഉയരങ്ങളിൽ എത്രയോ മുമ്പ് എത്തേണ്ട ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പഠനത്തിൻ്റെ പുറകെയും അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾക്ക് പുറകെ പോയി അങ്ങനെ കുറച്ചൊന്ന് ഡൗൺ ആയി. പഠനത്തിൻ്റെ പുറകെ പോയതുകൊണ്ട് ഡൗൺ ആയെന്നല്ല, ഇത് പാടെ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലോട്ട് വന്നപ്പോൾ ഡൗൺ ആയി. അപ്പോൾ തിരിച്ച് വീണ്ടും നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്നുള്ള ആഗ്രഹമാണ്. അതിന് ഇപ്പോൾ പറയും പോലെ അഭിജിത്ത്, ഞാൻ, ബാക്കി അഖിലയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് അഖിലയ്ക്ക് ഉണ്ടാവണം. Thank you so much.